Hey Fox, what's up? This is Karthika and you are watching Doc and Style. ഹോസ്റ്റലിൽ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ മെയിനായിട്ട് നമ്മൾ കൊണ്ടുപോകണം. ഇച്ചിരി ഡിസ്റ്റൻസ് ഉള്ള ഹോസ്റ്റൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് വന്ന് എടുക്കുക എന്നുള്ളത് അത്രയ്ക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെയും പോസിബിൾ ആണ് കേട്ടോ, നമുക്ക് വെക്കേഷൻ ഒക്കെ വരാൻ നേരത്തെ അതൊരു 1 month ഒക്കെ എന്തായാലും പിടിക്കും. ആ വെക്കേഷൻ ടൈമിൽ വന്ന് എടുക്കാനുള്ളതാണ് സെക്കൻഡ് ഓപ്ഷൻ. പക്ഷെ ഇതൊന്നും ഇല്ലാണ്ട് ഒരു കംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി നമുക്ക് എങ്ങനെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ഹോസ്റ്റലിലോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സോ വിതൗട്ട് എനി ഫർദർ ഡു നമുക്ക് വീഡിയോയിലോട്ട് ജമ്പ് ചെയ്യാം. അതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയണം. ബിഫോർ യു വാച്ചിങ് ദിസ് വീഡിയോ, ഒരു പേപ്പർ ആൻഡ് എ പെൻ എടുക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ, എസ്പെഷ്യലി ഇഫ് യു ആർ പ്ലാനിങ് ടു ഗോ ഹോസ്റ്റൽ, എന്തായാലും നോട്ട് ചെയ്ത് വയ്ക്കുക. ഇറ്റ് മൈറ്റ് ബി റിയലി യൂസ്ഫുൾ ടു യു. യൂസ്ഫുൾ ആവാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. സോ ഞാൻ അത്രയ്ക്ക് റിസർച്ച് ചെയ്ത് ഞാൻ ഹോസ്റ്റലിൽ പോയപ്പോൾ കൊണ്ടുപോയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്ന് മിസ് ഔട്ട് ആയ കാര്യങ്ങൾ ഓർമ്മിച്ച് വെച്ച് എഴുതിയെടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ പോയിന്റ്സ് ആസ് യൂഷ്വൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, സോ ദാറ്റ് മിസ് ചെയ്യാണ്ട് എനിക്ക് എല്ലാം പറയാൻ വേണ്ടി പറ്റും. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഫോൾഡബിൾ ബെഡ്ഷീറ്റ്സ് ആൻഡ് പില്ലോ. ബെഡ്ഷീറ്റ്സ് 2 കരുതുക. ഫോൾഡബിൾ ബെഡ്, അതിന്റെ സൈസ് എത്രയാന്ന് വെച്ചാൽ നിങ്ങളുടെ ഏത് ഹോസ്റ്റലാണോ ആ ഹോസ്റ്റൽക്കാർ പ്രൊവൈഡ് ചെയ്യും എത്ര സൈസ് വേണമെന്നുള്ളത്. സോ അതനുസരിച്ച് മാത്രം കൊണ്ടുപോകും. ബിക്കോസ് അവിടുത്തെ ബെഡ് മീൻസ് ആ കട്ടില് ആ സൈസിനുള്ളതായിരിക്കും. ഇപ്പൊ നമ്മൾ ബെഡ് മാട്രസസ് നമ്മൾ വലുത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നമുക്ക് പാടാവും. സോ കറക്റ്റ് സൈസ് മെഷർമെന്റ് എത്രയാണ്, 2x4 2x6 ആ ഒരു മെഷർമെന്റ് ഉണ്ടല്ലോ, അത് കറക്റ്റ് ആയിട്ട് ഹോസ്റ്റലുകാർ തന്നെ പറഞ്ഞു തരും നമുക്ക്. അത് ശ്രദ്ധിച്ച് ഒരു ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു ബെഡ്, അതിൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ബെഡ്ഷീറ്റും, പിന്നെ നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ്, അങ്ങനെ 2 ബെഡ്ഷീറ്റും ഒരു പില്ലോ കവറും കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക, വിത്ത് പില്ലോ. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലൈക്ക് ഫേസ് വാഷസ്, ഷാംപൂ, കണ്ടീഷണർ, ഹെയർ മാസ്ക്. നിങ്ങൾ ഹെയർ കെയർ, സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതനുസരിച്ചുള്ള നിങ്ങളുടെ കുറച്ച് പ്രൊഡക്ട്സ് കാണുമല്ലോ ഡെയിലി യൂസ് ചെയ്യുന്നത്. അനാവശ്യമായിട്ടുള്ള ഒന്നും എടുക്കാതിരിക്കുക. ബിക്കോസ് നമുക്ക് അത്രയും ക്യാരി ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു പാട് കൊണ്ടാണ്. അവിടെ നമുക്ക് വാങ്ങാൻ വേണ്ടി പ്രൊവിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം, ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ ഒരു സാമ്പിൾ ബോട്ടിൽ മാത്രം കൊണ്ടുപോവുക. അധികം ഒന്നും ആവശ്യമില്ല. ബിക്കോസ് വെക്കേഷൻ അവർ പ്രൊവൈഡ് ചെയ്യും. ആ സമയം നമുക്ക് തിരിച്ചു വന്ന് ഈ വക സാധനങ്ങളൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ. സോ നമുക്ക് ആദ്യമേ തന്നെ ഇതിൻ്റെയൊക്കെ ബൾക്ക് ബോട്ടിൽസ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ലൈക്ക് ഫേസ് വാഷസ്, ഷാംപൂ, നിങ്ങൾക്ക് ആവശ്യമുള്ള ടോയ്ലറ്ററീസ് ലൈക്ക് ബ്രഷ്, പേസ്റ്റ്, സോപ്പ് കാര്യങ്ങളൊക്കെ എടുക്കുക. ദെൻ വരുന്നത് സോപ്പ് പൗഡർ, കംഫർട്ട്, ഉജാല, അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക. ഉജാലയൊക്കെ ലൈക്ക് വൈറ്റ് ക്ലോത്ത്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റ് ആയിട്ടും കരുതുക. ബിക്കോസ് അതൊക്കെ നമ്മുടെ ഒരു പേഴ്സണൽ ഹൈജീൻ്റെ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ യൂസ് ചെയ്തിരുന്നത് സോപ്പ് പൗഡർ ആയിരുന്നില്ല, ഈ വാഷിംഗ് മെഷീനിലൊക്കെ ഒഴിക്കുന്ന ലിക്വിഡ് ഇല്ലേ, അതാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടെ കൺവീനിയന്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. ലൈക്ക് നമുക്ക് വേറെ അലക്കുകല്ലോ വാഷിംഗ് മെഷീൻസ് ഒന്നും പ്രൊവൈഡഡ് അല്ല. നമ്മൾ ബാത്റൂമിൽ ബക്കറ്റിലൊക്കെ വെച്ച് തന്നെയാണ് കഴുകുന്നത്. സോ സോപ്പ് പൗഡറിനെക്കാട്ടിൽ എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയത് ആ ലിക്വിഡ് ഒഴിക്കുന്നതാണ്. സോ അത് കരുതുക. നിങ്ങളുടെ ചോയ്സ് ആണ് ഏതെടുക്കണം എന്നുള്ളത്. സോ സോപ്പ് പൗഡർ, ലിക്വിഡ്, പിന്നെ കംഫർട്ട്, ഉജാല, ആ വക സാധനങ്ങളൊക്കെ എടുക്കുക. ദെൻ വരുന്നത് ഒരു അലാം ക്ലോക്ക് എടുക്കുക. ബിക്കോസ് അവിടെ ഹോസ്റ്റലിൽ നമുക്ക് ക്ലോക്സ് ഒന്നും പ്രൊവൈഡഡ് അല്ല. അതുകൊണ്ടൊരു അലാം ക്ലോക്ക് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എസ്പെഷ്യലി നിങ്ങൾ നല്ലോണം പഠിക്കാനൊക്കെ പോകുന്ന ഒരു ഹോസ്റ്റലാണെങ്കിൽ രാവിലെയൊക്കെ എണീക്കണമല്ലോ, ആ സമയത്ത് ഇത് നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആവും അലാം ക്ലോക്ക് എടുക്കുന്നത്. പിന്നെ ബക്കറ്റ്സ്, 2 ബക്കറ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആൻഡ് ഒരു മഗ് മതിയാവും. ബിക്കോസ് 2 ബക്കറ്റ് നമുക്കൊന്ന് ക്ലോത്ത്സ് ഒക്കെ ഒന്ന് വാഷ് ചെയ്യാനായിട്ടും ഒന്ന് നമുക്ക് നമ്മുടെ ബാത്തിങ് പർപ്പസിനൊക്കെ ആയിട്ട്, അങ്ങനെ 2 ബക്കറ്റ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇനഫ് ഡ്രസ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അധികം കൂടിയും പോണ്ട എന്നാൽ കുറഞ്ഞും പോണ്ട. ഞാനൊരു 4 പെയർ ഓഫ് വീട്ടിലിടുന്ന ഡ്രസ്സാണ് കൊണ്ടുപോയിട്ടുള്ളത്. പുറത്തിടുന്നത് നിങ്ങളുടെ കോളേജിലെ ഇതുപോലെ ഇരിക്കും. നിങ്ങൾക്ക് ഡെയിലി കോളേജ് ഉണ്ടെങ്കിൽ അത്രയ്ക്കും എമൗണ്ട് ആയിട്ടുള്ള ഡ്രസ്സ് കൊണ്ടുപോവുക. ഞാൻ പറയുന്നത് അധികം ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് കുറച്ച് തന്നെ ധാരാളമാണ്. എന്തെങ്കിലും നമുക്ക് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ വെക്കേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഹോസ്റ്റലിൽ നമുക്ക് മാസത്തിൽ 2 ദിവസമൊക്കെ വീട്ടിൽ പോകായിരുന്നു. ആ സമയത്ത് നമുക്ക് അഥവാ മിസ്സായിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് വരാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ കൂടുതലായി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവന്നത് ഇച്ചിരി പാടല്ലേ. അപ്പൊ എപ്പോഴും മിനിമൽ ക്ലോത്ത്സ് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൽ തന്നെ ഹോം വെയേഴ്സ് എടുക്കുക.
പുറത്തിടാനായിട്ടുള്ളത് എടുക്കുക. പുറത്തിടാനായിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു ചുരിദാർ സെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ ഏതൊക്കെ കോളേജസിൽ എന്തൊക്കെയാണ് അലൗഡ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ജീൻസ് എടുക്കുക, ടീഷർട്ട്സ് എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ചപ്പൽസിന്റെ കാര്യമാണ്. 2 പെയർ ഓഫ് ചപ്പൽസ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ യൂസ് ചെയ്തിരുന്നത് ബാത്റൂമിൽ ഒരു സെപ്പറേറ്റ് ചപ്പൽ ഉണ്ടായിരുന്നു, അല്ലാതെ വീടിന്റെ അകത്തിടാൻ ഹോസ്റ്റലിന്റെ അകത്തിടാൻ ഒരു ചപ്പൽ, പുറത്തു പോകാനായിട്ട് 2 പെയർ ഓഫ് ചപ്പൽ, അങ്ങനെ ടോട്ടൽ 4 പെയർ ഓഫ് ചപ്പൽസ് ആണ് ഞാൻ എടുത്തിരുന്നത്. അതും നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങളുടെ യൂസ് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. സോ എന്തായാലും മിനിമം ഓഫ് ഒരു 3 ജോഡി ചപ്പൽസ് എങ്കിലും കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് കഴിക്കാനായിട്ടുള്ള സ്നാക്ക് ഐറ്റംസ് എന്തെങ്കിലും വേണമെങ്കിൽ അതെടുക്കുക. ലൈക്ക് ബിസ്ക്കറ്റ്സ്, ചോക്ലേറ്റ്സ്, അതൊക്കെ ഭയങ്കര ലോങ് ടേം ഒന്നും ഇരിക്കില്ല കേട്ടോ. നമ്മൾ പോകുന്നതിന് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 3 to 4 days അല്ല, ഒരാഴ്ചയൊക്കെ ഇരിക്കുമായിരിക്കും. അപ്പൊ അതിനനുസരിച്ചായിട്ടുള്ള സ്നാക്ക് ഐറ്റംസ് എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നോട്ട് പാഡ്, സ്റ്റിക്കി നോട്ട്, ബുക്സ്, ആ കാര്യങ്ങളൊക്കെ അത് നിങ്ങളുടെ കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നിങ്ങൾ ഏത് വെച്ചാണ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച്. ഞാനിപ്പോൾ ബുക്സ് ആണ് കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, പേപ്പർ അല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് A4 ഷീറ്റ്സ് പേപ്പറിലാണ് നിങ്ങൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ അതെടുക്കുക. അത് കീപ്പ് ചെയ്യാനായിട്ട് ഒരു ഫയൽ എടുക്കുക. പിന്നെ അത് പിൻ ചെയ്യാനായിട്ടുള്ള സ്റ്റേപ്ലർ, ഈ പേപ്പർ ക്ലിപ്സ്, അതൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതൊന്നും വിട്ടുപോകരുത്. കാര്യം അതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അതൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ പേപ്പർ പിന്നെ നമ്മൾ എവിടെയെങ്കിലും എടുത്ത് വെക്കേണ്ടി വരും. പിന്നെ നമുക്ക് തപ്പി കണ്ടുപിടിക്കാനും പാടായിരിക്കും. അതെടുക്കുക. റഫ് പേപ്പേഴ്സ്, നമുക്ക് എഴുതി പഠിക്കാനൊക്കെ ആയിട്ട് റഫ് പേപ്പേഴ്സ് തന്നെ മതിയോ, പുതിയ ഷീറ്റ്സ് നമുക്ക് ആവശ്യമില്ല. സോ റഫ് പേപ്പറിന്റെ ഒരു പാക്കറ്റ് തന്നെ കിട്ടില്ല, അതൊക്കെ ഒരു പാക്കറ്റ് തന്നെ നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. തീരുമ്പോൾ വാങ്ങാം എന്നിരുന്നാൽ പോലും ഒരു ബൾക്കായിട്ട് കൊണ്ടുവന്നായിരിക്കും അത് നല്ലത്. A4 ഷീറ്റ്സ് ആയാലും റഫ് പേപ്പേഴ്സ് ആയാലും. പിന്നെ നിങ്ങൾ ഒരു റിപ്പീറ്റേഴ്സ് ബാച്ചിനാണ് ജോയിൻ ചെയ്യുന്നത് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ് NCERT ബുക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. NCERT ആൻഡ് അതിന്റെ ഫസ്റ്റും സെക്കൻഡ് പാർട്ടും ബോത്ത് +1 and +2 കൊണ്ടുപോകുക. ബിക്കോസ് ആ ബുക്സ് അവർ പ്രൊവൈഡ് ചെയ്യില്ല കോളേജിൽ, നമ്മൾ തന്നെ അത് കൊണ്ടുപോകണം. സോ അതൊന്ന് ശ്രദ്ധിക്കുക, NCERT ബുക്സ് ക്യാരി ചെയ്യാനായിട്ട്. പിന്നെ ATM കാർഡ്, ക്യാഷ്, നിങ്ങളുടെ വാലറ്റ് കാര്യങ്ങളൊക്കെ. ബിക്കോസ് ഈ റിപ്പീറ്റേഴ്സ് ക്ലാസ്സിലൊന്നും ഹോസ്റ്റൽസിലൊന്നും ഫോൺസ് അലൗഡ് അല്ല. അപ്പോൾ നമുക്ക് UPI ട്രാൻസാക്ഷൻസ് ഒന്നും പോസിബിൾ അല്ല. ഓൺലി ട്രാൻസാക്ഷൻ പോസിബിൾ ഇസ് ത്രൂ ATM കാർഡ്. അപ്പോൾ ആ ATM കാർഡ് കയ്യിൽ കരുതുക. അത്യാവശ്യം കുറച്ച് ക്യാഷ് കയ്യിൽ കരുതുക. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള വാലറ്റ്, അല്ലാതെ എക്സ്ട്രാ ക്യാരി ബാഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതും 1-2 എണ്ണം കരുതാം, കുഴപ്പമില്ല. പിന്നെ ഒരു വലിയൊരു സ്യൂട്ട് കേസിലായിരിക്കുമല്ലോ നമ്മൾ കൊണ്ടുപോകുന്നത്. ആ സ്യൂട്ട് കേസിന്റെ അകത്ത് തന്നെ മാക്സിമം നമ്മുടെ ഡ്രസ്സസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് നമുക്ക് ഭയങ്കര ഫെസിലിറ്റീസ് ഉള്ള ഹോസ്റ്റൽസ് ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ നമുക്ക് തരുന്നത്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് എക്സ്ട്രാ അലമാരീസോ ഷെൽഫ്സോ ഒന്നും കാണില്ല. ഇപ്പൊ നമുക്ക് ബുക്സ് വെക്കാൻ തന്നെ കാണുള്ളൂ ഒരു ഷെൽഫൊക്കെ. അപ്പൊ നമുക്ക് ഡ്രസ്സസും കൂടെ അതിൽ അക്കോമഡേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ ഒരു ലാർജ് സ്യൂട്ട് കേസ് ആണ് കൊണ്ടുവന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാത്ത ക്ലോത്ത്സ് നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ ഇട്ട് വെച്ച് നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു ലാർജ് സ്യൂട്ട് കേസ് തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ പെർഫ്യൂം, ടിഷ്യൂ പേപ്പേഴ്സ്, നെയിൽ കട്ടർ, കോം, ആ വക സാധനങ്ങളൊക്കെ അതൊന്നും മിസ് ചെയ്യരുത്. ടിഷ്യൂ പേപ്പേഴ്സ് ഒക്കെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്ന ഇതാണല്ലോ. സോ അതൊന്നും മിസ് ചെയ്യാണ്ട് കൊണ്ടുപോകാം. പിന്നെ പെർഫ്യൂംസ് ഒന്നും മറക്കാതെ എടുക്കുക, അതും ശ്രദ്ധിക്കുക. പിന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആയിട്ട് ഞാൻ ചെറിയൊരു പൗച്ചിൽ തന്നെ എൻ്റെ എല്ലാ വേണ്ടപ്പെട്ട മെഡിസിൻസും ക്യാരി ചെയ്തിരുന്നു. ലൈക്ക് പാരസെറ്റമോൾ, തലവേദനയ്ക്കുള്ളത് വിക്സ്, ടൈഗർ ബാം, ഓലിലി, ഈ വക സാധനങ്ങളൊക്കെ. അതൊക്കെ നമുക്ക് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് പറയാൻ പറ്റില്ല. സോ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് തന്നെ നിങ്ങൾ കരുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഫസ്റ്റായിട്ട് അത് കരുതുക. പിന്നെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുക്കുക, നമ്മൾ യൂസ് ചെയ്ത സ്നാക്സ് ഒക്കെ ഇട്ട് വെക്കാനായിട്ട്. ചിലപ്പോൾ ഉറുമ്പ് വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഞാൻ അതാണ് മിസ് ചെയ്തു പോയത്. ഞാൻ ബദാം കൊണ്ടുപോയിട്ട് അതിനുള്ള കണ്ടെയ്നർ എടുക്കാൻ വേണ്ടി മറന്നു. അത് ഉറുമ്പ് വന്ന് ആകെ സീനായി. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എപ്പോഴും കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ റിപ്പീറ്റേഴ്സ് ബാച്ചിലൊക്കെയാണ് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നതെങ്കിൽ ഒരു നല്ലൊരു PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾ കൈ കരുതുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. ബോത്ത് 3 സബ്ജക്ട്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മൂന്നിൻ്റെയും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ വരുന്നത് അംബർല ക്യാപ്പ്, അതൊക്കെ കൊണ്ടുപോവുക. പവർ ബാങ്ക്, ഹെഡ്ഫോൺ, ചാർജർ. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ
റിപ്പീറ്റേഴ്സ് ബാച്ചിലൊക്കെയാണ് ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഹോസ്റ്റൽസിലൊന്നും ഫോൺ അലോഡ് അല്ല. പക്ഷെ അവർ നമുക്ക് ടാബ് പ്രൊവൈഡ് ചെയ്യും ഫോർ ക്ലാസ്സസ് ഒക്കെ കാണാനായിട്ട്. അപ്പോൾ ആ ടാബ് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി യു ക്യാൻ യൂസ് പവർ ബാങ്ക്. കറണ്ട് പോയി കഴിഞ്ഞാൽ പവർ ബാങ്ക് എടുക്കാം. അതൊക്കെ അവരുടെ ലിസ്റ്റിൽ ഉണ്ടാവും കേട്ടോ. ഞാൻ എക്സ്ട്രാ ഒന്ന് മെൻഷൻ ചെയ്തെന്നേ ഉള്ളൂ. പവർ ബാങ്ക്, ഹെഡ്ഫോൺസ്, ചാർജർ, അതൊക്കെ. പിന്നെ ഒരു ഹോട്ട് വാട്ടർ ബാഗ് കയ്യിൽ കരുതുക. നമുക്ക് പീരിയഡ്സ് ടൈമിൽ വയറുവേദന എക്സ്ട്രീം ആവുന്ന ടൈമിലൊക്കെ നല്ലോണം യൂസ്ഫുൾ ആവും ഒരു ഹോട്ട് വാട്ടർ ബാഗ്. സോ അതെന്തായാലും കയ്യിൽ കരുതാൻ മറക്കരുത്. ദെൻ പ്ലേറ്റ്, സ്പൂൺ ആൻഡ് ലഞ്ച് ബോക്സ് അത് എടുത്തു വയ്ക്കുക. ഒരു വലിയൊരു പ്ലേറ്റ് തന്നെ എടുക്കുക. ദെൻ 2 സ്പൂൺ, ഫോർക്കും നോർമൽ സ്പൂണും എടുക്കുക. ദെൻ ലഞ്ച് ബോക്സ്. ചിലപ്പോൾ ലഞ്ച് നമുക്കിപ്പോൾ ലൈക്ക് കോളേജിൽ ചെന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോകണ്ടേ. സോ അതെടുക്കുക. ദെൻ ഒരു വാട്ടർ ബോട്ടിൽ എടുക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു വലിയൊരു വാട്ടർ ബോട്ടിൽ കരുതണമെന്നാണ് കേട്ടോ. ഒരു 2 ലിറ്ററിൻ്റെ ഒക്കെ ഒരു വലിയൊരു വാട്ടർ ബോട്ടിൽ. ബിക്കോസ് നമുക്ക് നമ്മുടെ ക്യാൻ വന്നിട്ട്, അതായത് വാട്ടർ പ്യൂരിഫയറോ അല്ലെങ്കിൽ വാട്ടർ ടാങ്ക് ഒക്കെ നമ്മുടെ റൂമിലൊന്നും അവൈലബിൾ അല്ലല്ലോ. പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കും. ഒരു ഫ്ലോറിന് ഒരു വാട്ടർ പ്യൂരിഫയർ എന്നുള്ള രീതിയിലായിരിക്കും. സോ നമുക്ക് എപ്പോഴും പോയി വാട്ടർ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു 2 ലിറ്ററിൻ്റെ വലിയൊരു ക്യാനിൻ്റെ അത് എടുത്ത് നിങ്ങളുടെ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ സാനിറ്ററി നാപ്കിൻസ് അതെടുക്കുക. ഗ്ലാസസ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ, സ്പെക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതെടുക്കുക. അതൊന്നും മറക്കരുത്. പിന്നെ ഒരു ചെറിയൊരു കണ്ണാടിയും കൂടെ കയ്യിൽ കരുതണം. എല്ലാ ഹോസ്റ്റൽ റൂംസിലും മിറേഴ്സ് അവൈലബിൾ അല്ല. അപ്പം നമുക്ക് ജസ്റ്റ് നമ്മുടെ ഗ്രൂമിങ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ചെറിയൊരു കണ്ണാടി, വാൽക്കണ്ണാടി പോലത്തെ സാധനമില്ലേ, അത് കൈ കരുതിയാൽ മതി. പിന്നെ നമ്മുടെ യൂസ്ഡ് ക്ലോത്ത്സ് ഇട്ട് വെക്കാനായിട്ടൊരു ലോണ്ടറി ബാഗ്. അത് ഞാൻ ഓൺലൈനിൽ നിന്നാണോ ഞാൻ വാങ്ങിച്ചത്, അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ സെൻഡ് ചെയ്ത് തരാം. ആ ഒരു ലോണ്ടറി ബാഗ് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ യൂസ്ഡ് ക്ലോത്ത്സ് ഒക്കെ ഇട്ട് വെക്കാനുണ്ട്. സോ ലോണ്ടറി ബാഗ് മസ്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ദെൻ എക്സ്റ്റൻഷൻ കോഡ്, ഓൾ ഔട്ട്. രാത്രി കൊതുക് വരുന്ന ഹോസ്റ്റലൊക്കെ ആണെങ്കിൽ പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഒരു ഓൾ ഔട്ടും കൂടെ കൈ കരുതുക. ദെൻ ഹാങ്ങേഴ്സ്, ടവൽസ്, ക്ലോത്ത് ക്ലിപ്സ്. തുണിയൊക്കെ വിരിച്ചിടാനായിട്ട് ക്ലോത്ത് ക്ലിപ്സ് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഹാങ്ങേഴ്സ് അതൊക്കെ എടുക്കുക. പിന്നെ മാസ്ക്, സാനിറ്റൈസർ അതെടുക്കുക. പിന്നെ ഒരു ഷോള് എടുക്കുന്നത് നല്ലതായിരിക്കും എപ്പോഴും. ചിലപ്പോൾ ഈ വക ഹോസ്റ്റലിലൊക്കെ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ കാണും, പറയാനായിട്ട് പറ്റില്ല. ഇഫ് ഐ എം നോട്ട് റോങ്, റെസ്ട്രിക്ഷൻസ് കാണാനുള്ള ചാൻസ് ഉണ്ട്. സോ അതൊരു ഷോൾ എടുക്കുന്നത് എപ്പോഴും, ഇഫ് യു ആർ എ ഗേൾ. ഇത് എൻ്റെ ചോയ്സ് അല്ല കേട്ടോ, ഞങ്ങൾ പോയി ഹോസ്റ്റലിലും പറഞ്ഞിരുന്നു ഒരു ഷോൾ എടുക്കുക എന്നുള്ളത്. സോ അത് ഷോൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ടേബിൾ ലാമ്പ്, ടേബിൾ ടോപ്പ് കലണ്ടർ, പെൻസിൽ സ്റ്റാൻഡ്, ആ വക കാര്യങ്ങളൊക്കെ എടുക്കുക. പിന്നെ നിങ്ങൾ ബുക്സ് ഒക്കെ വായിക്കും. ഞാൻ എടുത്തിരുന്ന ഒരു കാര്യം, ഞാൻ ആം എ ബുക്ക് റീഡർ. അപ്പോൾ ബുക്സ് ഒക്കെ വായിക്കുന്ന ഒരാളാണെങ്കിൽ നോവൽസ് ഒക്കെ എടുക്കുക. നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനായിട്ട് അത് ഹെൽപ്ഫുൾ ആവും. ദെൻ ഫയൽസ്, സിസേഴ്സ്, നൈഫ്. ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ. സോ സിസേഴ്സ്, നൈഫ് അതൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകണം എന്നുള്ള ഇത് ഇല്ല. നിങ്ങൾക്ക് വേണം എന്നുള്ളതെല്ലാം കൊണ്ടുപോവുക. ബിക്കോസ് നമുക്ക് വെക്കേഷൻ ടൈമിൽ നമുക്ക് വീട്ടിൽ വരാം, അതിനൊരു പ്രശ്നമില്ല. എന്നിരുന്നാൽ പോലും ഒന്നും മിസ് ഔട്ട് ആവാണ്ട് കൊണ്ടുപോകാതെ ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മുടെ കാര്യമല്ലേ. സോ അതൊന്ന് നിങ്ങൾ നോക്കി വെക്കുക. വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ യൂസ്ഫുൾ ആയെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനിയും ഹോസ്റ്റലിൽ പോകാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ഇതുപോലത്തെ കോൺടാക്റ്റിനായിട്ട് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ് ഇസ് ബൈ. Until we meet next time, stay safe, happy and motivated. Bye.